ഇടുക്കി മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അല്പസമയം മുൻപ് നമ്മൾ നൽകിയിരുന്നു. വിമൽ എന്നയാളാണ് മരിച്ചത്. അയാൾ ജോലി ചെയ്യാൻ ഫയർലൈൻ തെളിയിക്കാൻ പോയ സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. രാഹുൽ വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. നേരത്തെ രാഹുൽ പറഞ്ഞിരുന്നു മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് മറയൂർ PHCയിലാണ് എന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നത്. ഇന്ന് തന്നെ ഉണ്ടാകുമോ പോസ്റ്റ്മോർട്ടം? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം അല്പസമയത്തിനകം അടിമാലിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറയൂരിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്ര അടിമാലിയിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ കാട്ടാന വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പെട്ടെന്ന് തീർക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവ് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാനും സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം വനമേഖലയിൽ ജോലിക്കായി പോയപ്പോഴാണ് കാട്ടാന ആക്രമണത്തിൽ വിമൽ എന്ന 57 വയസ്സുകാരന് ദാരുണ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് സങ്കടപ്പെടുത്തുന്ന കാര്യം. കൂടുതൽ ആളുകൾ 9 പേരടങ്ങുന്ന സംഘമാണ് പോയിരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി പോയിരുന്ന ആളെയാണ് കാട്ടാന ആക്രമിച്ചത്. ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇടുക്കി മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ വിമൽ എന്നയാൾ മരിച്ചു. ആദിവാസിയാണ്. അയാൾ ഫയർലൈൻ തെളിയിക്കാൻ ഒരു സംഘമായി കാട്ടിലേക്ക് പോയതാണ്. വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്നവർ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏറ്റവും പിറകിലായി വന്നയാളാണ് വിമൽ. ഇപ്പോൾ മൃതദേഹമുള്ളത് PHCയിലാണ് മറയൂർ. അല്പസമയത്തിനകം അടിമാലിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകും.